നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. കേരളത്തെ നടുക്കിയ വയനാട്ടിലെ 2 ഗ്രാമങ്ങളെ ഇല്ലാതാക്കിയ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം. ഇപ്പോഴും മരിച്ചവരെക്കുറിച്ച്, കാണാതായവരെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രമില്ലാത്ത ഒരു ദുരന്തം. ആ ദുരന്തം എങ്ങനെ ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ബാധിച്ചു? ആ ദിവസത്തെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇത് ചൂരൽമലയിലെ ഒരു കടയിലെ CCTV ദൃശ്യങ്ങളാണ്. അവിടെയാണ് ഇത് പതിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളുടെ ഭീകരതയിലേക്ക് ഒന്ന് പോകാം. അതിന്റെ ആ ഒരു ഭീകരമായ ശബ്ദമടക്കം. ശക്തമായ മഴയിൽ വയനാട് ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടൽ. ഇപ്പോഴും 119 പേരെ കുറിച്ച് സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ ഔദ്യോഗിക കണക്കനുസരിച്ച് 119 പേരെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഒരു ഉരുൾപൊട്ടൽ. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എത്രത്തോളം ശക്തമാണ് ആ ഒഴുക്ക്? എങ്ങനെയാണ് ഒരു പ്രദേശത്തെ മുഴുവൻ നശിപ്പിച്ചത്? ഒരു കടയിലേക്ക് വെള്ളം ഇരച്ചുകയറി, പാറയും ചെളിയും വെള്ളവും അടക്കം ഇരച്ചുകയറി പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്ര വലുതാണ് എന്നുകൂടി വ്യക്തമാക്കുന്ന ഒന്നാണ്. ഇങ്ങനെയാണ് നൂറുകണക്കിന് വീടുകളെ ഈ വെള്ളപ്പൊക്കം, ഈ ഉരുൾപൊട്ടൽ ബാധിച്ചത് എന്നുള്ളതാണ്. പുലർച്ചെ 2 മണിയോടുകൂടി ഉണ്ടായ ഈ ഉരുൾപൊട്ടലിന്റെ മഹാദൃശ്യങ്ങളാണ്. ഈ ദുരന്തത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ഭയാനകമായ ദൃശ്യങ്ങളാണ്. നമുക്കറിയാം, വൈത്തിരി താലൂക്കിലെ വെള്ളേരിമല വില്ലേജ്, മേപ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടിയത്. ഈ പുത്തുമലയ്ക്ക് അടുത്തും ഈ അടുത്തുള്ള പ്രദേശം ഉണ്ടായിരുന്നു. ഇവിടത്തേക്ക് ഉള്ള പാലം പ്രധാനമായും ഒലിച്ചുപോയിരുന്നു. തുടർന്ന് ഉണ്ടായ ബെയിലി പാലത്തിന്റെ നിർമ്മാണമൊക്കെ നമ്മൾ കണ്ടതാണ്. നിരവധി പേർ മരണപ്പെട്ടു, നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് എന്നുള്ളതാണ്. കേരളത്തിന്റെ വലിയ സഹായമൊക്കെ അങ്ങോട്ടേക്ക് പ്രവഹിച്ച ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. അതിന്റെ ഞെട്ടിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് S വിനേഷ് കുമാറിലേക്ക് ഒന്ന് പോകണം. വിനേഷ് കുമാർ ആ പ്രദേശത്തുണ്ട്. ഈ ദൃശ്യങ്ങൾ ലഭിച്ച പ്രദേശത്ത് വിനേഷ് കുമാർ ഉണ്ട്. അവിടുത്തെ ഒരു മനസ്സിലാക്കുന്നത് ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ CCTVയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. വിനേഷ്, എത്ര ഭീതിജനകമാണ്, എത്ര ഭീകരമാണ്, എത്ര ഭയാനകമാണ് ഈ ദൃശ്യങ്ങൾ എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കാരണം
ശക്തമായ വെള്ളപ്പാച്ചിൽ വരുന്നു. അത് സാധനങ്ങൾ ആ കടയൊട്ടാകെ ഒലിപ്പിച്ചുകൊണ്ട് പോകുന്ന ആ കാഴ്ചകൾ ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ വ്യക്തമാക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വീണ്ടും ഇതിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുകയല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും അത്ര കുത്തിയൊലിച്ച് ഒരു മല പൊട്ടിത്തെറിച്ചുകൊണ്ട് കുത്തിയൊലിച്ച് വെള്ളവും കല്ലും അതുപോലെ തന്നെ മരങ്ങളുമെല്ലാം കടപുഴകിക്കൊണ്ടെല്ലാം വന്ന് ആഞ്ഞടിച്ച് ഒരു കടയിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ദൃശ്യമാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഈ സമീപത്ത് നമുക്കറിയാം, ഇവിടെ പല കടകളിലും CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ പലതും പ്രവർത്തനരഹിതമായതാണ് ആ ഉരുൾപൊട്ടലോട് കൂടി. അതിൽ നിന്ന് ഒരു കടയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു ദൃശ്യം മാത്രമാണ്. കാരണം ഈ കടകൾ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തേക്കാണ് വെള്ളം അതിഭീകരമായി കുത്തിയൊലിച്ച് വരുന്നതാണ് ദൃശ്യങ്ങളുള്ളത്. ഇതിന് പുറകിൽ, അതായത് ഇപ്പോൾ ഈ കടയ്ക്ക് പുറകിലുള്ള ഭാഗത്താണ് യഥാർത്ഥത്തിൽ ഈ പുഞ്ചിരിമട്ടം മലനിരകളുള്ളത്. അവിടെ നിന്ന് ഇതുവഴിയാണ് വെള്ളം ഈ അങ്ങാടിയിലേക്ക് എത്തി. ചെറിയൊരു പട്ടണമാണ്. ഇപ്പോൾ രഞ്ജിത്തിനറിയാം, രഞ്ജിത്ത് കണ്ടിട്ടുള്ള സ്ഥലമാണ്. ഈ ചൂരൽമല ചെറിയ പട്ടണമാണ്. വളരെ കുറച്ച് കടകളും മറ്റുമുള്ള ഇതാണ്. ഇതിൻ്റെ തൊട്ട് പുറകു ഭാഗത്താണ് വെള്ളാർമല സ്കൂളുള്ളത്. സ്കൂളിനോട് ചേർന്നുള്ള ചെറിയൊരു തോടുണ്ട്. ആ തോടിൻ്റെ തൊട്ട് മുകളിൽ ഉരുൾപൊട്ടിയതിൻ്റെ വെള്ളവും മറ്റും കുത്തിയൊലിച്ച് കടകളിലേക്ക് വരുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോഴും ഈ കടകളിലേക്ക് അന്ന് കുത്തിയൊലിച്ച് വന്നിരിക്കുന്ന വെള്ളവും ചളിയും കല്ലും മണ്ണുമെല്ലാം ഉണ്ട്. ഇത് ഇവിടുന്ന് മാറ്റുന്ന അല്ലെങ്കിൽ ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പ്രദേശത്ത് വലിയ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് 1250 കോടിയുടെ നഷ്ടം ഇതുവരെ ഉള്ള കണക്കുകൾ പരിശോധിച്ചപ്പോഴുണ്ട്. കാരണം ഇത് അന്തിമ കണക്കല്ല, ഇതുവരെയുള്ള കണക്കാണ്. ഒപ്പം തന്നെ 119 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ബാക്കിയുള്ളതിൻ്റെ എല്ലാം തന്നെ 401 DNA പരിശോധനകൾ പൂർത്തിയായപ്പോൾ അതിൻ്റെ ഫലങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ ഇനി 119 ആളെ കൂടി കണ്ടെത്താനുള്ള ഇതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഇപ്പോഴും ഇവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ക്ലീനിങ് ജോലി നടക്കുന്നു. തെരച്ചിൽ അത്ര ഊർജിതമല്ല, ഭാഗികമായി മാത്രമാണ് തെരച്ചിൽ നടക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ ഇപ്പോൾ അതുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ കാണാം, ഈ പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉള്ള ഈ ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രമുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളെല്ലാം തന്നെയുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇത് കുത്തിയൊലിച്ച് ഇതിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും ആളുകൾ ഇപ്പോഴും പോലീസും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉള്ള ആളുകൾ ഇവിടെ എത്തുന്നു. നമുക്ക് ഇപ്പോഴും ഇവിടെ തെരച്ചിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, ഈ പരിസരത്തു നിന്നാണ് ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും നമുക്കിവിടെ കേരള സംസ്ഥാന സഹകരണ ബാങ്കുണ്ട്, അതുപോലെ തന്നെ മറ്റു ബാങ്കും മറ്റു സംവിധാനങ്ങളും എല്ലാം ഉൾപ്പെടെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണ് വലിയ ശബ്ദത്തോടു കൂടി പുഞ്ചിരിമട്ടത്തിൽ നിന്ന് ഉരുൾപൊട്ടിയിറങ്ങി. നമുക്കിപ്പോൾ നമ്മുടെ കൂടെ MLA സിദ്ദിഖ് MLA ചേരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. കാരണം അതിഭീകരമായിട്ട്, കാരണം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അത്ര ഭീകരത ജനിപ്പിക്കുന്ന രീതിയിൽ വെള്ളവും ചെളിയും ഒക്കെ കുത്തിയൊലിച്ച് കടകളിലേക്ക് വരുന്നത് ഈ പരിസരത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭീകരത യഥാർത്ഥത്തിൽ നമുക്കിപ്പോഴും ആ ഒരു കാഴ്ച നമുക്ക് ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ആ സമയത്ത് ഇതുവഴി നടക്കാൻ കഴിയാത്തതായ ഗുരുതരമായ സാഹചര്യമായിരുന്നു. അരക്കറ്റം ചളിയായിരുന്നു. നമുക്ക് ഈ കടയുടെ ഒരു ഹൈറ്റ് നോക്കിയാൽ നമുക്ക് അതറിയാൻ പറ്റും. ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള വീടുകളൊക്കെ ഒരു ഹൈറ്റിൽ, ഇപ്പം താഴെ സെയ്തിൽ പിന്നെ ഈ ഒരു 2 നില വീടുണ്ട്. ഗൾഫിലായിരുന്നു 25 കൊല്ലം അധ്വാനിച്ചൊരു മനുഷ്യൻ. അദ്ദേഹം 1-ാം നിലയിലാണ് അവർ കിടന്നിരുന്നത്. അപ്പോൾ ഒരു നില കയറി ആ നിലയിലേക്ക് വെള്ളവും ചെളിയും സാധനങ്ങളും അടിച്ച് കയറുകയായിരുന്നു. ഷെയ്ക്ക് ചെയ്തിട്ടാണ് അവരൊക്കെ അറിഞ്ഞത്. പലരും ഈ വീട് ഷെയ്ക്ക് ചെയ്തിട്ട് കിടക്കുന്നതായ കട്ടിൽ ഇളകി അങ്ങനെയാണ് ഇവർ എഴുന്നേറ്റ് പോകുന്നത്. ആ ഭീകരമായിട്ടുള്ള ഇഷ്യൂസ്. അപ്പോൾ അത്രയും ഹൈറ്റിൽ ഈ സാധനങ്ങൾ ഭയങ്കരമായി വന്നു എന്നുള്ളത്. നമ്മളിപ്പോൾ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ പോയാൽ ആ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ആദ്യത്തെ പൊട്ടൽ അത്ര സീരിയസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് താഴോട്ട് വരുന്തോറും മണ്ണ്, വലിയ രീതിയിലുള്ള പാറക്കല്ലുകൾ, വലിയ രീതി 100 കണക്കിന് മരങ്ങൾ, ഇതെല്ലാം എടുത്ത് ഒന്നിച്ചിങ്ങോട്ട് വരികയാണ്. അത് ശരിക്കും 1:30 ആദ്യത്തെ പൊട്ടലുണ്ടാകുന്നു പറയുന്നത്. അത്ര ഹൈ ഫ്ലോയിലല്ല വന്നിട്ടുള്ളത്. രണ്ടാമതും 3 മണിക്കും 4 മണിക്കാണ് തോന്നുന്നത്. രണ്ടാമത്തതോടുകൂടി അതിഭീകരമായി മാറി. വൻ ഗർത്തം രൂപപ്പെട്ട് അടിയോടുകൂടി അങ്ങ് എടുത്താണ് വന്നത്. അതിൽ വെള്ളവും സാധന സാമഗ്രികളും ചെളിയും വൻമരങ്ങളും എല്ലാം ഒന്നിച്ചുള്ളതായിരിക്കുന്ന ഒരു കടന്നുവരും ഭീകരമായിരുന്നു. അതിൻ്റെ സൗണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന്, രണ്ടാമത്തെ സൗണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തോന്നി ഇതാണെന്നുള്ളത്.
ഞാനപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ബുദ്ധി പ്രശ്നമായിട്ടുള്ള സൗണ്ടാണല്ലോ, ഇടിയും ഇതൊന്നും അല്ലല്ലോ എന്നുള്ള ഞങ്ങൾ തന്നെ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ വളരെ ഭീകരമായിട്ടുള്ള സാഹചര്യമായിരുന്നു. അതാണ് ഇവിടെ ഈ തൊട്ട് താഴെ താമസിച്ച മുഴുവൻ വീടുകളെയും തകർത്തത്, ആളുകളെ കൊണ്ടുപോയത് ഈ ഭീകരമായിട്ടുള്ള ചെളിയും മണ്ണും പാറകളും വൻ മരങ്ങളോട് കൂടിയിട്ടുള്ള ഈ കടന്നുവരവാണ്. എന്തായാലും ആ ഒരു കാഴ്ച ആദ്യ ഉരുൾപൊട്ടലിന് ശേഷം ഇവിടെ എത്തിയപ്പോഴാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ. ആദ്യ ഉരുൾപൊട്ടൽ 1:30-നും രണ്ടാമത്തെ 3 മണിയോടുകൂടിയും അതിനുശേഷമുള്ളത് 4 മണിയോടുകൂടിയുമാണ്. രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ നിന്ന് ആ ശബ്ദം, അതിഭീകരമായ ശബ്ദം കേട്ടിരുന്നതായി ടി സിദ്ദിഖ് MLA പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്, വലിയ തോതിൽ തന്നെ വലിയ രീതിയിൽ വെള്ളം കുത്തിയൊഴിച്ചൊരു കടയുടെ അകത്തേക്ക്, കടയെ തകർത്തുകൊണ്ട് കല്ലും മണ്ണും അകത്തേക്ക് വരുന്ന ദൃശ്യമാണ് എന്തായാലും പുറത്ത് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ ഒരുപക്ഷെ നമുക്ക് ഈ നേരിട്ട് അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലിന് ശേഷമുള്ള ഇവിടുത്തെ അതിഭയാനകമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. പക്ഷേ ഉരുൾപൊട്ടി അത് എങ്ങനെയാണ് അത് കടന്നു വരുന്നത്, അതെങ്ങനെയാണ് ഒരു നാടിനെ ഇല്ലാതാക്കുന്നത്, ഒരു നാടിനെ എങ്ങനെയാണത് തകർക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദൃശ്യമാണ് എന്തായാലും ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും നമുക്കിപ്പോൾ വിനേഷ് അവിടെയുണ്ട്, ആ പ്രദേശത്തുണ്ട്, ദുരന്തശേഷമുള്ള ചൂരൽമലയിൽ ഉണ്ട്. അവിടെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. വിനേഷ്, നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഇപ്പോൾ ജനപ്രതിനിധികൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. അവരുടെ സാന്നിധ്യം ഇപ്പോൾ അവിടെയുണ്ട്. ടി സിദ്ദിഖ് MLA ആണ് കണ്ടത്. ഒപ്പം ഈ രക്ഷാപ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ 119ലേക്കാണ് DNA പരിശോധന നടത്തിയ ശേഷം ഒരു വിവരവുമില്ലാത്ത ആൾക്കാരെ കുറിച്ചുള്ള ഒരു കണക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പോഴും ദുരന്ത ബാക്കിയായി ഒരുപാട് അവശേഷിപ്പുകളുണ്ട്, ഒരുപാട് കണ്ടെത്തലുകൾ നടത്താനുണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തനം, ഈ തെരച്ചിലടക്കം ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ? എത്ര നാൾ നീട്ടിക്കൊണ്ടുപോകാനാണ് തീരുമാനം? ഈ കാണാതായവരെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ബന്ധുക്കൾക്കും സർക്കാരിനുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇതിനകം? രഞ്ജിത്ത്, പ്രധാനമായും ഇപ്പോൾ ഈ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും കാര്യമായ തിരച്ചിലുള്ള ഭാഗികമായൊരു തിരച്ചിൽ മാത്രമാണുള്ളത്. തിരച്ചിൽ പ്രധാനമായും നടക്കുന്നത് ഈ മീൻമുട്ടി അതുപോലെ തന്നെ പരപ്പൻപാറ ഭാഗങ്ങളിലാണ്. ഇത് നിലമ്പൂർ വനമേഖലയുമായി അതിരിടുന്ന പ്രദേശമാണ്, അല്ലെങ്കിൽ നിലമ്പൂർ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഇതിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതുവഴിയാണ് ചാലിയാർ പുഴയിലേക്കാണ് ഇത് ചേരുന്നത്. അവിടെ നിന്നാണ് ചാലിയാറിൻ്റെ ഒരു ഉത്ഭവ കേന്ദ്രം. ഇതിൽ നിന്ന് തമ്പുരാട്ടിക്കൽ സീഡ് ഫാം ഭാഗത്തേക്ക്, നമുക്ക് കഴിഞ്ഞ നിലമ്പൂരിലൊക്കെ തെരച്ചിൽ നടന്നത് ഈ തമ്പുരാട്ടിക്കൽ സീഡ് ഫാം ഭാഗത്താണ്, അതായത് പോത്തുകല്ലും അതുപോലെ തന്നെ മുണ്ടേരി ഭാഗങ്ങളിലാണ്. അങ്ങോട്ടാണ് മൃതദേഹങ്ങളും അതുപോലെ തന്നെ ശരീരാവശിഷ്ടങ്ങളും ഒഴുകിയെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് കൂടുതൽ ആളുകൾ, ഈ മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ കൂടുതൽ ആളുകൾ, ചൂരൽമലയിലെ ഈ പ്രദേശത്താണെങ്കിൽ മുണ്ടക്കയിലേത് മറ്റൊരു സ്ഥലത്താണ്. മുണ്ടക്കൈ പ്രധാനമായും ഈ പറഞ്ഞിരിക്കുന്ന ചാലിയാർ പുഴയുടെ തീരങ്ങളോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ചാലിയാറിലേക്ക് ഒഴുകുന്ന ചെറിയ കൈത്തോടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലമാണത്. അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തന്നെയാണ് ഇവരുടെ എന്തായാലും തീരുമാനം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കടകളെല്ലാം വൃത്തിയാക്കുന്ന ഒരു ജോലിയിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി ഇവിടെ ഒരു കാര്യമായൊരു തിരച്ചിൽ എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ഇല്ല എന്ന് തന്നെ തോന്നുന്നു. കാരണം നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ കടകളും മറ്റും വൃത്തിയാക്കി, ഈ കടകളെല്ലാം പഴയ അവസ്ഥയിലേക്ക് എത്ര ദിവസം കൊണ്ട് വരും? ആളുകളില്ലാതെ ഈ കടകളെല്ലാം തുറന്നു പ്രവർത്തിക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു നാട്ടിൽ ജനങ്ങൾ തന്നെ ഇല്ലാതായിരിക്കുന്നു. അവശേഷിക്കുന്ന കുറച്ച് വീടുകൾ ഇവിടെയുണ്ട്. ആ വീടുകളിൽ നിന്നെല്ലാം തന്നെ ആളുകളെല്ലാം പോയിരിക്കുന്നു. കാരണം ഇത് ജനവാസയോഗ്യമല്ല എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ വരുന്നു. ആളുകളെ പൂർണ്ണമായും ഇവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം വരുന്നു. എന്തായാലും അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ കടകളിലേക്ക് നമുക്കിത് ആ കടകളിലിപ്പോൾ ചെളിയും ഇതൊക്കെയാണ്, നല്ല ചെളിയാണ്. നോക്കിയാണ് കുറേ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടാവില്ലേ? ഒരുപാട് സാധനം പോയിട്ടുണ്ട്. മണ്ണ് കയറിയിട്ടേ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് അടിച്ച് കയറിക്കും. ഇന്നലെ മുതൽച്ച് തുടങ്ങി, ഇന്നലെ രാവിലെ മുതൽച്ച് ഞങ്ങൾ തുടങ്ങി വൃത്തിയാക്കണം. അതുകൊണ്ടില്ല ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. ഇവിടെ ഇതിൻ്റെ 2 അടി 1.25 2 അടി ഹൈറ്റിൻ്റെ ചളി വന്നിരുന്നു. 1.5 അടിൻ്റെ മേലെ കണ്ട് ചളി കയറി. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇന്നലെ മുതൽച്ച് പഠിച്ചു കാണുന്നുണ്ട് നീക്കി വൃത്തിയാക്കി ഒക്കെ ഒരുപാടുണ്ടായിട്ട് നനഞ്ഞിട്ടുണ്ടായിട്ട് ഒരുപാട് ബേക്കറികൾ കാര്യങ്ങൾ കേടുവരാത്തൊക്കെ ബേക്കറികളൊക്കെ എന്ത് ചെയ്ത് ഇവിടെ ചായകൾ ഫ്രീ ആയിട്ട് കൊടുക്കണം. അവിടെ കൊണ്ടുപോയി കൊടുത്ത ആൾക്കാരുടെ ഭക്ഷണം കഴിച്ചു പോകും. കോഴിക്കോട്ടെ എന്നുള്ളവർക്ക് എന്ത് ചെയ്ത് ഒരുപാട് സാധനം കഴിഞ്ഞ ആഴ്ച വന്നു കാണി എടുത്തു കൊടുത്തു. അപ്പം ഇന്നലെ ഒന്ന് തുറന്ന ശേഷം എന്ത് ചെയ്ത് ബാക്കിയുള്ള ബേക്കറികളും സാധനങ്ങളൊക്കെ എന്ത് ചെയ്ത് കടലിലേക്ക് എടുത്തു കൊടുത്തു. അപ്പോൾ അതിൻ്റെ അവസ്ഥകൾ ഇപ്പം അങ്ങനെയാണ് ഉള്ളത്.
ഇനിയിപ്പോൾ എപ്പോഴാ തുറക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ ഇപ്പം തുറക്കാൻ ഉദ്ദേശിക്കൊണ്ട് നമ്മൾ തുറന്ന് നിൽക്കുന്നതാണ്. കാരണം വെച്ചാൽ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം എന്തെങ്കിലും നമ്മൾ കടയിട്ട് തുറന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കച്ചവടം കൊണ്ടൊന്നും പ്രതീക്ഷിച്ചില്ല. ഇവിടെ നമ്മൾ തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്നുണ്ടോ ജനങ്ങൾക്ക് ഒന്നായിട്ട് ഒരു എന്താണ് പറയുക ഇതുണ്ടാവും. 1-2 കടകൾ തുറന്നു കഴിഞ്ഞാൽ ആളുകളൊന്നും വീടുകളിലൊന്നും ആളുകളില്ല സാധനം വാങ്ങിക്കാനൊക്കെ. 20-25% ആൾക്കാരുണ്ട് ഈ ഭാഗത്ത് താമസക്കാരുണ്ട്. അവർ ബാധിക്കാത്ത ഭാഗത്ത് അവിടെ മാത്രമേ ജനങ്ങളുള്ളൂ. ഈ ഭാഗങ്ങളാണ് ജനങ്ങൾ താമസിക്കേണ്ടത്. കുന്നിൻ്റെ തായ്വരകളാണ് വെള്ളത്തെ സൗകര്യം വെച്ചിട്ടും പോകാനുള്ള സൗകര്യം വെച്ചിട്ടും 5 സെന്റ് 10 സെന്റ് ഇന്നൊക്കെയും ഈ ഭാഗങ്ങൾ ഫുള്ളായിട്ട് ഈ അങ്ങാടിയിട്ടുള്ള ബന്ധങ്ങളായി. ഈ അങ്ങാടിയിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അങ്ങാടിയിട്ടുള്ള ബന്ധങ്ങളായി. നമ്മളെ നമ്മുടെ 10-15 വർഷത്തെ പിന്നെ ഇവിടുത്തെ സർവീസ് ഉണ്ടായതുകൊണ്ട് ജനങ്ങളെന്നായിട്ട് ഒരുപാട് ജനങ്ങൾ നമ്മളെ തന്നെയാണ് ബന്ധങ്ങളുണ്ട്. അതിലുള്ള ഒരു നഷ്ടങ്ങളാണ് ഇപ്പം എന്ത് ചെയ്യുന്നത് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതാണ് ഇപ്പോൾ തീരാ നഷ്ടം. സാധനം നഷ്ടപ്പെട്ട ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അതിന് സംഘടനയിൽ കൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളുണ്ടാകും. നമുക്ക് സഹായിക്കാൻ തയ്യാറാണ് സംഘടന. അതിന് തയ്യാറായിട്ടുണ്ട്. ആ നിൽക്കുന്ന നഷ്ടപ്പെട്ടതൊക്കെ എന്ത് ചെയ്യും അവരിൽ പോയി സഹായം കിട്ടും. പക്ഷേ ഈ പോയ ജനങ്ങളെന്താകാൻ കഴിഞ്ഞില്ല. നമുക്ക് നഷ്ടപ്പെട്ട നമുക്ക് വീണ്ടും കിട്ടുന്നില്ലല്ലോ. ആ ഒരു നഷ്ടമാണ് വലിയ നഷ്ടം തയ്ക്കുന്നത് ഞാനതിൽ കാണുന്നത്. ഏതായാലും കടകളൊക്കെ തുറക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. പക്ഷേ കടകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുമതികളും മറ്റും ഒക്കെ ലഭിക്കേണ്ടതുണ്ട്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള അതുണ്ടാവേണ്ടതുണ്ട്. എന്നാൽ കടകളൊക്കെ തുറന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ ക്ലീനിങ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചെളിയാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ആ വ്യാപാരി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു 2.5 അടിയോളം പൊക്കത്തിൽ ചെളി നിറഞ്ഞിരിക്കുകയായിരുന്നു. അടിയിൽ വെച്ചിരിക്കുന്ന മറ്റ് സാധനങ്ങളെല്ലാം തന്നെ നശിച്ചു പോയിരിക്കുന്നു. വലിയ ഹൈറ്റിലുള്ള അലമാരയിലുള്ള സാധനങ്ങൾ മാത്രമാണുള്ളത്. ബാക്കിയെല്ലാം തന്നെ നശിച്ചു പോയിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ കടകളും മറ്റും എന്തായാലും തുറന്നു പ്രവർത്തിച്ചാൽ പോലും ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു 25% ആളുകൾ മാത്രമാണുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഈ പ്രദേശം അതായത് മുണ്ടക്കൈ അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം ഈ ചൂരൽമലയുടെ ഉരുൾപൊട്ടലുണ്ടായ ആളുകളുടെ വീടും മറ്റും നഷ്ട ഭാഗത്തുള്ള ആളുകളാണ് പ്രധാനമായും ഈ കടകൾ അവരെ ആശ്രയിച്ചായിരുന്നു ഈ കടകൾ നിലനിന്നിരുന്നത്. ആ ഭാഗത്തൊന്നും ആളുകളില്ലാതായിരിക്കുന്നു. ഒപ്പം തന്നെ ആളുകളുള്ള കേടുപാടുകൾ സംഭവിക്കാത്ത വീടുകളിലാണെങ്കിൽ പോലും ആ വീടുകളിലുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് ജാഗ്രതയുടെ ഭാഗമായി മാറ്റിയിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും ചൂരൽമല പഴയ ചൂരൽമല ആവുമോ എന്നുള്ളത് നമുക്കിനിയും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ ആളുകൾക്ക് ഇപ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വരാൻ താല്പര്യമുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. കാരണം അതിഭീകരമായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഉണ്ടായിരിക്കുന്ന ആ ഉരുൾപൊട്ടലിൻ്റെ ആ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. ഇതെല്ലാം തന്നെ എത്രത്തോളം ആളുകളെ ഭയചകിതരാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എന്തായാലും ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു ദൃശ്യം തന്നെയാണ് ഈ ഒരു CCTV ഒരു കടയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വളരെ വ്യക്തമായി തന്നെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വാർത്തകൾ ചെയ്തതാണ്. അവിടെ ഈ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ ആഹാരം തിരിയുന്ന കന്നുകാലികളുടെ ദൃശ്യങ്ങളടക്കം വളരെ ദയനീയമായ ദൃശ്യങ്ങളാണ്. നമുക്ക് ലഭിച്ച ആ CCTV ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ആ ഉരുൾപൊട്ടൽ നടന്ന 29 വെളുപ്പിനെ ഉണ്ടായ വലിയ ഞെട്ടിപ്പിക്കുന്ന ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. ഇക്കഴിഞ്ഞ 29 വെളുപ്പിനെ
3 മണിക്ക് ഇടയ്ക്കുണ്ടായ അതിഭയാനകമായ ഉരുൾപൊട്ടൽ, അതിൽ എത്ര കുടുംബങ്ങളാണ് ഒലിച്ചുപോയത്, എത്ര മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, ഇപ്പോഴും കാണാൻ എന്താണ് എവിടെയാണെന്ന് പോലും അറിയാൻ 119ഓളം ആളുകൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സമാനതകളില്ലാത്ത ഒരു ദുരന്തം, അതിൻ്റെ ആ ദൃശ്യങ്ങളെയാണ് കാണുന്നത്. വിനേഷ് കുമാർ അവിടെ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വിനേഷ്, ചെളിയുണ്ട് അവിടെ, ഈ സാധനങ്ങൾ അവശേഷിക്കുന്നത് ശേഖരിക്കാനുള്ള അവസാന ശ്രമം നടത്തുന്ന വ്യാപാരികളെ നമുക്ക് അവിടെ കാണാം. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ഈ സർക്കാർ ഇന്നലെ മുതൽ ആശ്വാസ ധനം വിതരണം ചെയ്തു തുടങ്ങി, ഏതാണ്ട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാകുന്നു. വാടക വീടുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ ഇത്തരം വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ടോ? അതിൻ്റെയൊക്കെ ഏറ്റവും പുതിയ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? രഞ്ജിത്ത്, ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകളെ വാടകയ്ക്ക് വീടെടുത്തുകൊണ്ട് അങ്ങോട്ട് സർക്കാർ 6000 രൂപ മാസ വാടകയായി നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള മിക്ക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ പോയി തുടങ്ങുന്നുണ്ട്. എന്തായാലും ആളുകൾക്ക് ഈ 3 പഞ്ചായത്താണ് പ്രധാനമായിട്ടും. ഒന്ന് ഈ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്ന മേപ്പാടി പഞ്ചായത്ത്, മറ്റൊന്ന് സമീപ പഞ്ചായത്തായ മൂപ്പൈനാടാണ്, മറ്റൊന്ന് അമ്പലവയൽ പഞ്ചായത്ത്. ഈ 3 പഞ്ചായത്തുകളിലേക്കാണ് ആളുകൾ കൂടുതലായും വാടക വീട് അന്വേഷിച്ച് പോകുന്നത്. 6000 രൂപയ്ക്ക്, വയനാടിനെ സംബന്ധിച്ചിടത്തോളം 6000 രൂപയ്ക്ക് ഈ പ്രദേശങ്ങളിൽ വീടുകൾ ലഭിക്കുന്നതിന് അതൊരു കുഴപ്പമില്ലാത്തൊരു തുകയാണ്. കാരണം 6000 രൂപയ്ക്ക് കൊള്ളാവുന്ന ചെറിയ വീടുകൾ ആളുകൾക്ക് വാടകയ്ക്ക് കിട്ടും, ക്വാർട്ടേഴ്സുകളും മറ്റും ആളുകൾക്ക് വാടകയ്ക്ക് കിട്ടും. എന്തായാലും അത്തരത്തിലുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഈ വീടിന് വേണ്ടിയുള്ള അന്വേഷണം, ആളുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മിക്ക ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ കൽപ്പറ്റ SKM അതുപോലെ തന്നെ മേപ്പാടി സെൻറ്റ് ജോസഫിലും മേപ്പാടി ഗവൺമെൻറ് UP സ്കൂളിലും അതുപോലെ തന്നെ റിപ്പണിലുൾപ്പെടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നെല്ലാം തന്നെ ആളുകൾ വാടക വീടുകളിലേക്കും മറ്റും പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഉരുൾപൊട്ടലിൽ അവിടുന്ന് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ വീടെവിടെയാണ്? ഇവിടെ തന്നെ വീട്. അന്ന് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഞങ്ങളൊക്കെ ഉണ്ടായി, വീട്ടിൽ തന്നെ ഉണ്ടായി. ഞങ്ങൾ ഭയങ്കര സൗണ്ട് കേട്ടിട്ടാണ് എണീച്ചത്. ഫസ്റ്റത്തെ സൗണ്ട് കേട്ടതും ഇവര് ഇങ്ങോട്ട് ഓടി വന്ന്, എൻ്റെ ഭർത്താവ് ഓടി വന്ന്. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ആ വീട്ടിലത്തെ കുറേ ആളെ രക്ഷപ്പെടുത്തി. പിന്നെ അവിടെ സ്കൂൾ റോട്ടിൽ പോയിട്ട് അവിടുന്ന് കുറേ ആളെ രക്ഷപ്പെടുത്തി. പിന്നെ രണ്ടാമത്തെ പൊട്ടിയപ്പോഴത്തേനും ഫുള്ള് വെള്ളം വന്ന്. അപ്പോൾ ഇവർ കുറേ ആൾക്കാർ പള്ളിപ്പറമ്പിൽ കൂടെ കയറി ഞങ്ങളെ വീടിൻ്റെ ആ ഭാഗം വന്ന്. അങ്ങനെ അവിടെ സേഫാണോ? അവിടെ ഞങ്ങളുടെ വീടിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളൊരു തിണ്ടത്താണ്, ഉയരത്താണ്, ഒരു കുന്നിൻ്റെ മേലേന്. ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഞങ്ങളെ ഇവിടെ ഉരുള് പൊട്ടിയന്ന് ഞങ്ങളെ സെൽഫുമത്തെ പാത്രങ്ങളൊക്കെ താഴെ വീണ് ഇങ്ങനെ ജർക്കിങ് ആയിട്ട്, പിന്നെ ഇങ്ങനെ സൈഡ് ഉണ്ടായിരുന്നു, അതൊക്കെ ഉള്ളിച്ചുണ്ട്. ചുമരല്ല, ഇങ്ങനെ ഈ സൺസൈഡ് വാർക്കും, അതൊക്കെ ഇങ്ങനെ പൊട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ ഉമ്മാൻ്റെ വീട്, പിന്നെ ഇവരെ ഉമ്മാൻ്റെ വീട് ഇവിടെ പുത്തുമല പൊട്ടിയപ്പോൾ പകുതി വീണതായിരുന്നു. അതിപ്പോൾ ഈ പ്രാവശ്യം ഇതായി പോയി. ഇല്ല, നമ്മളൊക്കെ ഇരുടല്ലേ. അപ്പോൾ ഇവരുണ്ടായി. നമ്മൾ മോൻ്റെ മക്കളൊക്കെ ചെറുതാണ്. മൂത്തതിന് 5 വയസ്സുള്ളൂ, അതിൻ്റെ താഴെയാണ് 2 ആള്. ഞങ്ങളിവിടെയാണ്. ഞങ്ങൾ 1-ാം തീയതി ഫസ്റ്റിൽ വെള്ളം കുത്തിവെച്ച് വരുന്ന സമയത്ത് പാലത്തിൽ നിന്ന് വെള്ളം റിട്ടേൺ എടുത്തിട്ട് പാലത്തിൽ ഫസ്റ്റിൽ വന്ന സ്ഥിതിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിൽ വന്ന സമയത്ത് പാലത്തിൻ്റെ പില്ലറിൽ മരങ്ങളും ചളികളും അടഞ്ഞിട്ടാണ് ടൗണിലേക്ക് വെള്ളം എടുത്തത്. രണ്ടാമത്തെ ഞങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നേരെ മുന്നിൽ വിശേഷം നോക്കുന്ന സമയത്ത് നമ്മൾ നേരെ മുന്നിൽ കച്ചവടം ചെയ്യുന്ന അവർ വീടും പറമ്പുകളും കമ്മിച്ച് വെള്ളത്തിൽ പോയിട്ട് അവരവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളായിട്ട് വെള്ളം കയറി. ഫസ്റ്റത്തെ പൊട്ടിൽ തന്നെ പാലം ബ്ലോക്കായി. ഉള്ളിൽ സ്കൂളിലേക്ക് മരം വന്നടഞ്ഞ് പാലം ബ്ലോക്കായതിൻ്റെ പേരിലാണ് ടൗണിലേക്ക് ഫുള്ളായിട്ട് വെള്ളം എടുത്തത്. രണ്ടാമത്തെ പൊട്ട് വന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പാലം പരിപൂർണമായിട്ടും രണ്ടാമത്തെ പൊട്ട് വന്നപ്പോൾ പരിപൂർണമായിട്ട് പോയി. ഇത് 3 റൂം ഫുള്ളായിട്ട് വെള്ളം കയറി, ഫുള്ളായിട്ട് അടഞ്ഞെടുക്കുക. ഏതാണ്ട് 2 ഇതിൻ്റെ അടുത്ത് അതാണ്ട് ആ കമ്പീൻ്റെ അതാ വിത്തിയുണ്ടോ, അതുവരെ ഫുള്ളായിട്ട് വെള്ളം കയറി. അതായത് നമ്മൾ നിൽക്കുന്നത് ഏതാണ്ട് 1/4 ഭാഗം ടൗണിൻ്റെ ഈ ഭാഗം വരെ നമുക്ക് വെള്ളത്തിലാണ്. ഞങ്ങൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ വെള്ളത്തിൽ നിന്നാണ് ഞങ്ങൾ മുക്കിയെടുക്കുന്നത്. പാലം ബ്ലോക്കായതിൻ്റെ പേരിലാണ് ടൗണിലേക്ക് വെള്ളം എടുത്തത്. രണ്ടാമത്തെ പൊട്ട് 2:40, ഒന്നാമത്തെ പൊട്ട് 1:40, രണ്ടാമത്തെ പൊട്ട് 2:40, മൂന്നാമത്തെ പൊട്ട് 4:05.
ഇങ്ങനെയാണ് വരുന്നത്. ഈ സമയത്തൊക്കെ ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. ഞങ്ങളെ കൊണ്ട് കഴിയുന്നതും ഞങ്ങൾ ശ്രമം നടത്തി. ഞങ്ങളെ കൂട്ടുകാർ, ഞങ്ങളുടെ നാട്ടുപ്രദേശക്കാരായി മലയിലോട്ട് കയറ്റാൻ വേണ്ടി നൂറുകണക്കിന് ജീവങ്ങൾ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. മറ്റൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് കറണ്ട് പോയി. പിന്നെ ഞങ്ങൾ സൗണ്ട് ഇതിലെ ഇന്ന ഭാഗത്തേക്ക് കയറി എന്ന് പറയാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുന്നുള്ളൂ. പക്ഷേ ആ സൗണ്ട് കൊണ്ട് ഞങ്ങളുടെ സൗണ്ട് ഒന്നുമേ അല്ല. ജീവിതത്തിൽ ഒരിക്കലും ജീവിച്ചിരിക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പ്രാർത്ഥന. കാരണം ഞങ്ങൾക്ക് ലൈഫ് ശരിക്കും കണ്ടുകൊണ്ടിരിക്കുകയാണ് മല വരുന്നത്. അപ്പം ഞങ്ങൾക്കൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാനുള്ളൂ. അതാണ് ഇത്ര പറയുന്നത്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരാൾക്കും അങ്ങനത്തെ ഒരു സൗണ്ടും അത് കാണാനുള്ളൊരു ഇതും ദൈവം കൊടുക്കാതിരിക്കട്ടെ എന്നാണ്. നമ്മളെ ജീവിതകാലം മുഴുവൻ നമ്മളെ മനസ്സിൽ നിന്ന് ഒരിക്കലും എന്ത് സൗണ്ടുകളും വന്നിട്ടുണ്ടെങ്കിൽ ആ സൗണ്ടിന് സാമ്യമായിട്ട് അങ്ങനത്തെ ഒരു സൗണ്ടിന് ജീവിച്ചിരിക്കുന്ന കാലം വരെ കേൾക്കാൻ കഴിയില്ല. അങ്ങനത്തെയാണ്. അതിന് ഇത്ര മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം അതിൻ്റെ ഇരട്ടി പറയാനുണ്ട് ഞങ്ങൾക്ക്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതിൻ്റെതായ ഒരു ഭീകരത നമ്മൾ പറഞ്ഞാലോ ചാനലിലോ നമ്മൾ മറ്റൊരാളെ കാര്യത്തിനോ വേണ്ടിയിട്ടല്ല നമ്മൾ പറയുന്നത്. അങ്ങനത്തെ ഒരു സൗണ്ട് ഒരാൾക്കും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കാണാനും അത് കേൾക്കാനുമില്ല ഒരു ഇത് ദൈവം കൊടുക്കാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഇനിയിപ്പോൾ ഇങ്ങനെയാണ് എങ്കിലും ഞങ്ങൾ ഒരുപാട് വിഷമങ്ങളും കടങ്ങളും കാര്യങ്ങളും ലോണുകളും എടുത്തിട്ടാണ് ഞങ്ങളുടെ ജീവിതം ഉണ്ടായിരുന്നത്. ആ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാ പുനരാവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. നാടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അനേകം കുടുംബങ്ങളും ബന്ധങ്ങളും മരണപ്പെട്ടു പോയെങ്കിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ഈ ഗ്രാമീണവാസികൾ ഇവിടെ ഇവിടെ ഉണ്ട്. എങ്ങോട്ട് ധാവിക്കും എങ്ങോട്ട് പോകും എന്ന് യാതൊരുവിധ ഒരു രൂപവുമില്ലാതെ ഉട്ടെടുത്ത തുണിയും കുപ്പായമല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു മാർഗ്ഗങ്ങളുമില്ല. നിങ്ങളെല്ലാവരുടെ സഹായം കൊണ്ടും ഞങ്ങളുടെ നാടിനെ പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങളെ ഭാഗത്തു നിന്നാണ്. മെയിനായിട്ട് പറയാനുള്ളത് ഞങ്ങളെ കുട്ടികളെ പേടികൾ മാറണമെന്നുണ്ടെങ്കിൽ വെള്ളേരമല സ്കൂളും ഒരു വില്ലേജും ഒരു സ്ഥാപനങ്ങളും ഞങ്ങളുടെ നാട്ടിലേക്കും ഞങ്ങൾ ഈ ചെറിയ ഒരു ഇളയ ടൗണ് പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് അനധികൃത അവരിൽ നിന്ന് നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയി അവരെ വീണ്ടും കൂടി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഞങ്ങൾക്കുണ്ടായിരിക്കണം. ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ തന്നെ നിൽക്കാൻ ഇപ്പോൾ മറ്റവർ വന്നിട്ട് പറഞ്ഞത് ചൂരൽമല വെള്ളരിമല വില്ലേജ് ഒരു ഭാഗങ്ങൾക്ക് സേഫാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ആൾക്കാരെ ഞങ്ങൾ എവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ പുനരാരംഭിക്കും? അതാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളെ പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ കുട്ടികളെ പഠനം. അതിന് വെള്ളരിമല സ്കൂൾ അവിടുത്തെ കാഴ്ചകൾ ഭീകരമാണ്. കാഴ്ചകൾ അതിൽ നിന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന, അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തെ കൂടി നമുക്ക് അവിടെ കാണാം. അതിനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. കാര്യക്ഷമമായ സൂക്ഷ്മതലത്തിലുള്ള ഓരോ മേഖലയെയും അത് പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനം, ഒരു പുനരധിവാസമാണ് അവിടെ ആവശ്യം. അതിന് ഒരുപാട് തലങ്ങളുണ്ട്. താനും അതിനുള്ള ഒരു കോർഡിനേഷൻ കൃത്യമായി നടക്കും വരും ദിവസങ്ങളിൽ എന്ന് വേണം കരുതാൻ. എസ് വിനേഷ് കുമാറാണ് അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഷിരൂരിലേക്കൊന്ന് പോകണം. അവിടെ അർജുനായുള്ള തിരച്ചിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് പരിശോധിക്കണം. അതിലേക്ക് പോകണം ഇടവേളയ്ക്ക് ശേഷം.